അത്തം മുതൽ ഉള്ള ഓരോ ദിവസത്തിൻ്റെയും പ്രത്യേകത നമ്മൾ ഓരോ ദിവസവും കൊടുക്കാറുണ്ട്. എന്തായാലും ഇത് നമുക്കായി വിവരിക്കുന്നത് വേദപണ്ഡിതൻ ആചാര്യ ഗോപാലകൃഷ്ണ വൈദികാണ്. അത്തം ചിത്തിര ചോതി ഇന്ന് അനിഴമായല്ലേ, വിശാഖം കഴിഞ്ഞിട്ട് അനിഴമായി, അനിഴം നക്ഷത്രം. എന്തായാലും ഓണ ഐതിഹ്യം കാണാം. നമുക്ക് ഭാഗവതത്തെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഭാഗവതം BC-യിൽ രചിക്കപ്പെടുന്ന മഹാഗ്രന്ഥമാണ്. എൻ്റെ കാലം ഇതുവരെയും അങ്ങോട്ട് വ്യക്തമായിട്ടില്ല, എന്നാലും BC-യിലാണ് എന്ന് പ്രമുഖ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പ്രശ്നം പക്ഷേ അതല്ല. ഭാഗവതം രണ്ടുണ്ട്, രണ്ടും വേറിട്ടല്ല, ഒന്ന് തന്നെയാണ്. അതിനകത്ത് ഒരു പ്രത്യേകത, ഭാഗവതം രചിക്കപ്പെടുന്ന കാലത്ത് ഏതാണ്ട് 7000-നും 8000-നും ഇടയിൽ ശ്ലോകങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനെ ശുദ്ധ ഭാഗവതം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പിന്നീട് വായിക്കുന്നവർക്ക് കാര്യം മനസ്സിലാകാൻ വേണ്ടി ആചാര്യന്മാർ ചില ശ്ലോകങ്ങളും ചില കഥകളും, ഇതിനെ അവർ വിളിക്കുന്നത് അലങ്കാരങ്ങളെന്നാണ്, ചില അലങ്കാരങ്ങൾ കൂട്ടിച്ചേർത്തു. അങ്ങനെ വന്നപ്പോൾ ശ്ലോകങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. ശ്ലോകങ്ങളുടെ എണ്ണം വർദ്ധിച്ചത് നമുക്ക് കാര്യം മനസ്സിലാക്കാനാണ്, അത് ശരി തന്നെ. പക്ഷേ ഒരു കുഴപ്പമുണ്ടായത്, ഇത് കാരണം ബുദ്ധിമാന്മാരായ യുവാക്കന്മാർക്ക് അവരുടെ യുക്തിക്ക് നിരക്കാത്ത പല കാര്യങ്ങളുമല്ലേ ഇത് എന്ന് സംശയം തോന്നിത്തുടങ്ങി. അപ്പോൾ ഭാഗവതത്തെ സംബന്ധിച്ച സമീക്ഷാസൂത്രങ്ങളുണ്ട്, ഇതിൻ്റെ എല്ലാം മറുപടി അതിനകത്തുണ്ട്. അപ്പോൾ അവരതിനകത്ത് ആചാര്യൻ പറയുന്നത് സർവാലങ്കാരഭൂഷിതം, എല്ലാ അലങ്കാരങ്ങളും കൊണ്ടാണ് ഭാഗവതത്തെ അലങ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്തെ കഥകൾ നമ്മൾ എടുക്കുമ്പോൾ കഥ അതേ രീതിയിലല്ല എടുക്കേണ്ടത്. ഏതെങ്കിലും ഒരു ആചാര്യൻ്റെ അടുക്കൽ പോയിരുന്നത് പഠിച്ചെങ്കിൽ മാത്രമേ അത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. പെട്ടെന്ന് ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഭഗവാനെ കംസൻ ഒരു അസുരനെ പറഞ്ഞു വിട്ടു, തൃണാവർത്തൻ എന്നു പേരുള്ള ഒരു അസുരൻ. അയാൾ വന്ന് ഭഗവാനെ ഒരിടത്ത് കിടത്തിയിരിക്കുകയായിരുന്നു. ഭഗവാനെ ഉയർത്താൻ ശ്രമിച്ചു, ഒരു കൊടുങ്കാറ്റായി വന്ന് ഭഗവാനെ ഉയർത്താൻ ശ്രമിച്ചു. ഭഗവാൻ ഈ തൃണാവർത്തനെ നിഗ്രഹിക്കുന്നു. ഇതിനെയാണ് തൃണാവർത്താസുരവധം എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം, ഈ അസുരൻ എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്, സ്വഭാവം കൊണ്ട് അസുരനാകുന്നതാണ്, അല്ല വേറെ ഒരു വംശമല്ല. അപ്പോൾ ഒരിക്കലും മനുഷ്യന് ഒരു കൊടുങ്കാറ്റായി മാറാൻ പറ്റില്ല, അലങ്കാരത്തിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ സംഭവിച്ചത്, തൃണാവർത്തൻ എന്ന് പറയുന്ന അസുരൻ അല്ല വന്നത്, ഒരു അസുരൻ വ്യക്തി അല്ല വന്നത്, ഒരു കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റടിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് തൃണാവർത്തം എന്ന് പറഞ്ഞിരിക്കുന്നത്, ചുഴലിക്കാറ്റാണ്. അപ്പോൾ ഭഗവാനെ കിടത്തിയിരുന്നിടത്തേക്ക് ഒരു ചുഴലിക്കാറ്റ് വരികയും അതിന് ഭഗവാനെ ഉയർത്താൻ സാധിക്കാതെ വരികയും ചെയ്ത അത്ഭുതം ബാല്യകാലത്ത് നടന്നു. ഇതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് തൃണാവർത്താസുരവധം എന്ന് ആചാര്യൻ പറയുന്നത്. അപ്പോൾ അതിനകത്ത് ആ കാര്യം മാത്രം പറഞ്ഞിട്ടുള്ള ശ്ലോകങ്ങളാണ് ശുദ്ധ ഭാഗവതം. അലങ്കാരങ്ങൾ പ്രയോഗിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ഭാഗവതമാണ് ബൃഹത്തര ഭാഗവതം. അപ്പോൾ നമ്മൾ ഇന്ന് വായിക്കുന്നത് ബൃഹത്തര ഭാഗവതമാണ്. അത് മൊത്തം മൂലഭാഗവതത്തിൽ അല്ലെങ്കിൽ ശുദ്ധ ഭാഗവതത്തിൽ വരുന്നതല്ല, നമ്മൾ കൂട്ടിച്ചേർത്ത കുറേ ഭാഗങ്ങളുണ്ട്. നമ്മളത് കളയേണ്ട കാര്യമില്ല, കാരണം നമുക്കതിന് വലിയ ആവശ്യങ്ങളുണ്ട്. കാരണം അത് ജപിക്കുന്ന സമയത്ത്, പാരായണം ചെയ്യുന്ന സമയത്ത് ഒരുപാട് നിഗൂഢ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കതിനകത്തെ ശ്ലോകങ്ങളെ കളയാൻ പറ്റില്ല. പക്ഷേ ഇത് മനസ്സിലാക്കിയിരിക്കണം, ശുദ്ധ ഭാഗവതം വേറെ, ബൃഹത്തര ഭാഗവതം എന്ന് പറയുന്നത്, രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ശുദ്ധ ഭാഗവതത്തിനകത്താണ് വാമനാവതാരത്തെക്കുറിച്ച് പറയുന്നത്. അത് നമുക്ക് നാളെ മനസ്സിലാക്കാം.